മോഹൻലാലിന് ഒരു വെല്ലുവിളിയാണ് സത്യം പറഞ്ഞാൽ. നീ അടുത്ത ഭാവി തന്നെ ഒരു സിനിമാ സംഗീതവനാകും. അങ്ങനെയാണ് വേണി വളരെ ധൈര്യപൂർവ്വം എം ജി ശ്രീകുമാറിനെ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് നിശ്ചയദാർഢ്യത്തോടെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഫുൾ കാസറ്റ് പാടാനുള്ള ഒരു അവസരം കിട്ടി. അത് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി. ഇത് മലയാളം കറക്റ്റ് ചെയ്യേണ്ട പാട്ടല്ലത്. ഇത് ബോർഡർ ഏരിയയിൽ കർണാടക കേരള ബോർഡറിൽ സംഭവിക്കുന്നതാണ്. ഇത്ര മലയാളം മതി. കറക്റ്റ് മലയാളം ആയി കഴിഞ്ഞാൽ ലൊക്കേഷൻ മാറിപ്പോകും. അവർക്ക് ചുറ്റും പിടിച്ചില്ല. ഒരു കൂവി ഒന്നും കാണിച്ചില്ലായിരുന്നു. മഴയായി വന്നു ഉലകം കൊണ്ട് നിങ്ങൾക്ക് പറ്റണില്ലെങ്കിൽ നിങ്ങൾ വേറെ പാട്ട് ചെയ്യുന്നു. അങ്ങനെ പറ്റണില്ല എന്നുള്ള പ്രശ്നമില്ല. അപ്പൊ സിനിമയിൽ ഒരുപാട് അന്ധവിശ്വാസം ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതിനെയൊക്കെ ഖണ്ഡിച്ചുകൊണ്ടുള്ളൊരു പടവും കൂടിയായിരുന്നു തേമാറുന്നത്. ഇതിന്റെ അർത്ഥം അറിയാം, ഒരു അർത്ഥം അറിയാൻ പാടില്ല. പിന്നെ ചൂണ്ടിയ എളുപ്പമല്ലേ? കൊന്നരി കൊന്നരി കോനാരി നക്ക് നക്കരി നാറ്റോരേ നക്കരി നാറ്റ് തട്ടോരേ. എന്താ ആഴ്വാങ്കൽ കോവിലൊന്നുമില്ല. ഞങ്ങടെ തോന്നി ആഴ്വാങ്കോവില്. കഥയിലെ രാജകുമാരിയും ഗോപകുമാരനും ഒന്നാവാം. പുഴയിലെ പൊന്നോളങ്ങളിൽ അവരൊരുക്കി ദീപങ്ങൾ. കാലങ്ങൾക്ക് അപ്പുറത്തേക്ക് സഞ്ചരിക്കുന്ന ഒരു പിടി നല്ല ഗാനങ്ങൾ, ഒരു പിടി എന്നല്ല ഒരുപാട് നല്ല ഗാനങ്ങൾ സമ്മാനിച്ചിട്ടുള്ള ബേണി ഇഗ്നേഷ്യസ് കോംബോയില് വേണു സാറാണ് ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത്. നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ ആക്ച്വലി എന്റെ ഒരു കുട്ടിക്കാലത്തൊക്കെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ ബേണി ഇഗ്നേഷ്യസ് എന്ന് പറയുന്നത് ഒരാളാണെന്നായിരുന്നു എന്റെ ഒരു. കുട്ടികൾ മാത്രമല്ല വലിയ ആൾക്കാരും അങ്ങനെ. ഞങ്ങളുടെ ഇടയിൽ ബേണി, ഐഫൺ അല്ലെങ്കിൽ ആൻഡ്, കോമ ഇതൊന്നുമില്ല. ബേണി ഇഗ്നേഷ്യസ് ഒറ്റ വാക്കാണെന്ന് തോന്നുന്നു. ഇപ്പോഴും എന്റെ ആപ്ലിക്കേഷൻ വേറെ ആരെങ്കിലും ഫില്ല് ചെയ്യണേ ബേണി ഇഗ്നേഷ്യസ് ഫില്ല് ചെയ്യും. അപ്പൊ എന്നെ തെറ്റ് പറയാൻ പറ്റില്ല. അതേപോലെ എന്റെ മക്കളെ, ചേട്ടന്റെ മക്കളെ കാണുമ്പോഴത്തേക്ക് ഇത് ബേണി ഇഗ്നേഷ്യസിന്റെ മോനാണെന്ന് പറയുന്നത്. ഈ മഴത്തുള്ളികൾ എന്ന് പറയുന്ന വെട്ടം സിനിമയിലെ പാട്ട് അതെന്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടാണ്. ഇന്നും ഇത്ര വർഷം 21 വർഷം എന്തോ കഴിഞ്ഞിട്ടുണ്ട്. 2004 ഇറങ്ങിയതാ. ഇന്നും ആ പാട്ട് എന്റെ ഒരു എന്താ പറയാ പ്ലേലിസ്റ്റിലുള്ള ഒരു മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള സോങ് ആണ്. അപ്പം ആ ഒരു പാട്ട് പാടിയിട്ട് നമുക്ക് ഈ ഒരു മ്യൂസിക്കൽ ചാറ്റ് തുടങ്ങിയാലോ? ആ പാട്ട് പാടുന്നതിന് മുമ്പ് ആ പാട്ടിന്റെ ഗാനരചയിതാവിനെ നമ്മൾ ഓർക്കേണ്ടി വരും. അതായത് ബി ആർ പ്രസാദ്. അദ്ദേഹം ഗാനരചയിതാവ് മാത്രമല്ല, ആങ്കർ മാത്രമല്ല, അപാര സംഗീത ജ്ഞാനമുള്ളവനാണ്. ഇതൊക്കെ എഴുതുന്നതിന് തൊട്ട് മുമ്പ് പുള്ളി ഇതിനെ പറ്റിയല്ല സംസാരിക്കണത്. മൊത്തം രാഗങ്ങളെ പറ്റി സംസാരിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ കാര്യങ്ങൾ ഒരു വലിയൊരു സ്കോളറിന് പോലും അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഞാൻ അത്ഭുതത്തോടെ അദ്ദേഹത്തെ കാണാം. എഴുതി കഴിഞ്ഞാൽ അത് സൂപ്പർ എഴുതി കളയും. പിന്നെ കൂടാണ്ട് പ്രിയദർശൻ ഇങ്ങനൊരു പാട്ട് ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾക്ക് അവസരം ഒരുക്കി തന്നത് പ്രിയദർശനാണ്. അതുകൊണ്ടാണ് ആ പാട്ട് നിങ്ങൾ ഇത്രയും നാൾ കഴിഞ്ഞിട്ടും ഓർത്തിരിക്കുന്നതും പാടാൻ ആവശ്യപ്പെടുന്നു. മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമീ നാടൻ വഴി, നനഞ്ഞോടിയൻ കുടക്കീഴിൽ നീ വന്ന നാൾ, കാറ്റാലെ ഈറൻ മുടി ചേരും നിതൻ മേലാകവേ, നീളുന്നൊരീ മൺപാതയിൽ തോളോട് പോയില്ലയോ. ഇതുപോലെ തന്നെ ഈ പാട്ടുകളുടെയൊക്കെ ഫ്രണ്ടിലുണ്ടല്ലോ ഒരു ജം പോർഷൻ ഉണ്ടാവാറുണ്ട് മിക്കവാറും ബേണി ഇഗ്നേഷ്യസ് സോങ്സിൽ. അതായത് ഇപ്പം നമ്മുടെ മാലയിലോല ആ ഒരു ഭാഗം എന്താണ് മാനം നിറഞ്ഞ ആ പാട്ടിന് മുൻപ്, അതുപോലെ തന്നെ അപ്പുക്കുട്ട തൊപ്പിക്കാര എപ്പ കല്യാണം, ഈ മഴത്തുള്ളികളുടെ ഫ്രണ്ടിലും ഉണ്ട് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ. അപ്പം അത് എന്താണ് നമ്മുടെ ഒരു സിഗ്നേച്ചർ സ്റ്റൈല് പോലെ വെക്കുന്നതാണോ അതല്ല അത് ഡയറക്ടേഴ്സ് എങ്ങനെയാണ്? അത് ഈ പ്രത്യേകിച്ചും തെന്മാവൻ കൊമ്പത്തിന്റെ സമയത്ത് പ്രിയദർശന്റെ ലൈഫ് ആൻഡ് ഡെത്ത് ഒരു പടമായിരുന്നു. അപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെയൊക്കെ നമുക്കിത് നന്നാക്കാൻ പറ്റും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പറയുമ്പോഴത്തേക്കും പ്രിയദർശൻ്റെ ഒരു ഐഡിയ ആണ് ഇങ്ങനെ ചെറിയൊരു സെമി ക്ലാസിക്കൽ നീലാംബര രാഗത്തിൽ തുടങ്ങുക എന്നുള്ളത്. അദ്ദേഹം മ്യൂസിക്കലി ഭയങ്കര ഹൈലി ടാലന്റഡ് ആണ്. ആസ്വദിക്കുന്ന കാര്യത്തിലും നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്ന കാര്യത്തിലും നമ്മളുടെ കഴിവിന്റെ മാക്സിമം പുള്ളി ഊറ്റിയെടുക്കും. അപ്പോൾ പുള്ളിക്ക് അറിയാം ഇന്ന മാതിരി നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് അതിനൊരു എൻട്രി, ആ പാട്ടിലേക്ക് ഒരു എൻട്രി ആവും എന്നുള്ളത്. മാത്രമല്ല ആ ഒരു കോൺട്രാസ്റ്റും കൂടിയാണ്. ഇപ്പം ജിഞ്ച് 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 ടട്ട എന്നുള്ളൊരു നല്ല ഹെവി ഋതമാണ്, ആൾക്കാർ ഡാൻസ് ചെയ്യുന്ന ഒരു ഋതമാണ്. അതിനു മുമ്പ് ഇങ്ങനെ ഒരു സെമി ക്ലാസിക്കൽ പാട്ട് താളമില്ലാണ്ട് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് പോലെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേകത ഉണ്ടാവും എന്നുള്ള കാര്യം നേരത്തെ തന്നെ അറിയാം. പിന്നെ അതിന്റെ വിഷ്വലും പുള്ളി മനസ്സിൽ കണ്ടിട്ടാണ് നമ്മൾ പറയണത്. അപ്പൊ അതിന് ഓട്ടോമാറ്റിക്കായിട്ട് വരണതാണ്. പിന്നെ പാടാനായിട്ട് ചിത്രയും ദാസേട്ടൻ അല്ലെങ്കിൽ എം ജി ശ്രീകുമാരൊക്കെ ഉള്ളപ്പോൾ എന്താ പേടിക്കുന്നത്? നമ്മുടെ മനസ്സിൽ എന്ത് വിചാരിക്കണം അതിന്റെ അപ്പുറത്തേക്ക് അവർക്ക് പാടാൻ കഴിവുള്ളവരാണ്. ഒരുപാട് ലേയേഴ്സ് ഉള്ള ഒരു സോങ്. എനിക്ക് തോന്നുന്നു കുറെ ഇൻസ്ട്രുമെന്റ്സ് ഇല്ല. അതാണ് എന്റെ പ്രത്യേകത. ആ കൂടെ ഒരു കീബോർഡും
ഒരു ബാൻജോ, അങ്ങനെ ഒരു 3-4 ഇൻസ്ട്രുമെൻ്റേ ഉള്ളു. ബാക്കി മുഴുവൻ വോയിസ് കൊണ്ട് തന്നെയാണ്. ചിത്രയുടെയൊക്കെ വോയിസ് ഇല്ലേ, ലാ 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 ബിജി ലാ 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 ലാ, അതിൻ്റെ അകത്തൊരു സംഭവം പാടിയുണ്ട്, ഒരു സാധനം പാടിയുണ്ട്. ഇതൊക്കെ ആരെ കൊണ്ട് പറ്റും? അത് ഇത്ര ഇങ്ങനത്തെ ഒരു ഫോക്ക് ട്യൂണിൻ്റെ ഇടയിൽ കൂടി ഒരു ക്ലാസിക്കൽ ഹമ്മിങ് ഡിസെൻഡിങ് ആയിട്ട് വരിക എന്ന് പറഞ്ഞത് ഭയങ്കര പാടാണ്. അവരെയൊക്കെ സംബന്ധിച്ചോളം അതിങ്ങനെ ട്രെയിൻഡാണ്, പിന്നെ അപാര ജന്മവാസനയാണ്. പണ്ട് കുട്ടിക്കാലത്തൊക്കെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ലാലേട്ടൻ്റെ സിനിമയിൽ ഒരു പാട്ട് വരുമ്പോഴത്തേക്കും അത് ലാലേട്ടൻ തന്നെ പാടുന്നു, അങ്ങനത്തെ ഒരു ഫീലായിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാലും ഒരു പാട്ടുകാരനാണ്, ലാലിൻ്റെ ഉള്ളിൽ നല്ല മ്യൂസിക് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ അഭിനയിക്കാനും കഴിവുണ്ട്, പാടാനും കഴിവുള്ള എൻ്റെ പേരിൽ പാടിക്കഴിഞ്ഞാൽ അദ്ദേഹം പാടിയെടുക്കും തോന്നുന്നു. അപ്പം അദ്ദേഹത്തിന് മാച്ചിങ് ആയിട്ടുള്ള വോയിസ് ആണ് നമ്മുടെ ശ്രീകുമാർ സാറിന്. അതെ, അത് വലിയ ഗുണം ചെയ്തിട്ടുണ്ട് ശ്രീകുട്ടന്. അതെ, അപ്പൊ സാറിന്റെ ഒക്കെ ആണെങ്കിലും ബേണി ഇഗ്നേഷ്യസിന്റെ സോങ്സ് ആണെങ്കിലും ഒരുപാട് അത്തരത്തിലുള്ള നല്ല പാട്ടുകൾ ലാലേട്ടനതായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു കോംബോയെ, അതായത് ആ സിംഗർ ആക്ടർ കോംബോയെ സാർ എങ്ങനെയാണ്? അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത് ഞങ്ങളൊക്കെ ഇതിലോട്ട് എൻട്രി ആകാൻ കാര്യം, ഞാനും ചേട്ടനൊക്കെ ഈ ഇത്രയും വലിയ ലാല്, പ്രിയദർശൻ, ഇങ്ങനെയുള്ള ആൾക്കാരുടെ എം ജി ശ്രീകുമാരായിട്ടൊക്കെ എൻട്രി ആകാനുള്ള ഒരു കാരണമുണ്ട്. അത് നമ്മുടെ എറണാകുളത്തെ രഞ്ജിനി കാസറ്റ് കമ്പനി ഉസ്മാൻ, അദ്ദേഹമാണ് ഞങ്ങളെ ബേണി ഇഗ്നേഷ്യസ് ആക്കിയത്. അതെല്ലാം ആയതാണ്, അല്ലാണ്ട് ഞങ്ങൾ എങ്ങനെ വേണം, അങ്ങനെ മതിയാ, ഇഗ്നേഷ്യസ് ബേണി മതിയോ, അങ്ങനെയൊന്നുമല്ല. ഞാൻ ആദ്യം തന്നെ എന്നെ അവിടെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഓർക്കസ്ട്ര ചെയ്യാനോ അതിനൊക്കെ ആയിട്ട്. അപ്പോൾ ബേണി, സംഗീതം ബേണി. പിന്നെ ഞാൻ പറഞ്ഞു 2-3 കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു ഞങ്ങൾ 2 കൂടിയാണ് മറ്റുള്ള വർക്കൊക്കെ ചെയ്യണത്. അന്ന് കാസറ്റ് വർക്കുകൾ ആയി വരുന്നേ ഉള്ളൂ, 83 കാര്യമൊക്കെയാണ് പറഞ്ഞു. ആ സമയത്ത് ഞാൻ ഉസ്മാനോട് പറഞ്ഞു, ഉസ്മാനെ ഞങ്ങൾ 2 പേരും കൂടിയാണ് മറ്റുള്ള വർക്കുകളൊക്കെ ചെയ്യുന്നത്, അപ്പം നമുക്കിതിലും ഞങ്ങൾ ഒരുമിച്ച് തന്നെ ചെയ്യുന്നതാണ് ഞങ്ങൾക്ക് സൗകര്യം. അതിനെന്താ നല്ല സൗകര്യമുള്ള ചേട്ടൻ അനിയനും കൂടി വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഞങ്ങൾക്ക് അത്രയും ടെൻഷനില്ല. അങ്ങനെ വന്ന് അവർ അതിൻ്റെ പിറ്റേ കാസറ്റ് പോലെ അവിടെ പേര് അടിച്ച് വരാൻ തുടങ്ങി, ബേണി ഇഗ്നേഷ്യസ്. അങ്ങനെയാണ് ബേണി ഇഗ്നേഷ്യസ്. അത് കഴിഞ്ഞിട്ടാണ് ഈ കാസറ്റിൻ്റെ തരംഗം. അങ്ങനെ അതിനിടയിൽ ഈ ഉസ്മാൻ എന്ത് ചെയ്യും, ഉസ്മാൻ ഞങ്ങൾ ചെയ്യണ ഓണപ്പാട്ടുകളായാലും, അപ്പോൾ ആദ്യം മാർക്കോസ് ആയിരുന്നു, പിന്നീട് എം ജി ശ്രീകുമാർ കയറി വന്നു അതിലേക്ക്. അതിലും ഞങ്ങൾക്ക് വലിയ കൈയുണ്ട്. എം ജി ശ്രീകുമാർ കൈ വരാൻ ഭയങ്കര എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാനും കൂടി, ചേട്ടനാണ് മെയിനായിട്ട് നിന്ന് വളരെ ധൈര്യപൂർവ്വം എം ജി ശ്രീകുമാറിനെ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിശ്ചയദാർഢ്യത്തോടെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഫുൾ കാസറ്റ് പാടാനുള്ള ഒരു അവസരം കിട്ടി. അത് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി. അപ്പം ഇവർ ലാലും പ്രിയദർശനും എം ജി ശ്രീകുമാരൊക്കെ അപ്പം ചെറുപ്പം പോലെ കൂട്ടുകാരാണല്ലോ. അപ്പം ഇത് പ്രിയദർശൻ്റെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്കും പ്രിയദർശൻ സെപ്പറേറ്റ് ആയിട്ട് അത് കേൾക്കുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് ആ പാട്ടുകളുടെ ആ സ്റ്റൈലൊക്കെ ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് അദ്ദേഹത്തിന് തോന്നിയത്, അദ്ദേഹത്തിന് ഈ ഒരു സ്റ്റൈൽ പാട്ടുകൾ ഓണത്തിനൊക്കെ വന്ന ആ ഒരു ടൈപ്പ് ഫോക്ക് സോങ് ഉണ്ടല്ലോ, ആ ഫോക്ക് സോങ് എന്ന് പറഞ്ഞാൽ വെറും ഫോക്കല്ല, സിനിമയല്ല, ഫോക്കും അല്ലാത്തൊരു ഒരു ഡബിൾ അതിൻ്റെ ഇടയിലുള്ള ഒരു സ്റ്റൈലാണ്. കറുത്ത വെണ്ണയും കള്ളിപ്പൂങ്കുലൊക്കെ. അപ്പം ആ ടൈപ്പ് ഒരു പടം വരികയാണെങ്കിൽ ഇവരെ കൊണ്ട് ചെയ്യിക്കണം എന്ന് അന്നേ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ കാണുമ്പോൾ പറയുകയും ചെയ്യുമായിരുന്നു. അപ്പം എനിക്ക് സന്തോഷമായി, അവർ ചെയ്യാൻ പോകണമെന്ന്. അപ്പം ചേട്ടൻ പറയും, നമ്മൾ KSF-ലും KSRTC-ലും ഡെയിലി ജോലിക്ക് പോകുന്ന ആൾക്കാർ ഇവിടെ കഷ്ടപ്പെട്ടാണ് കാസറ്റ് വർക്ക് ചെയ്യണത്. അതിനോട് മദ്രാസിലെ പന്ത് ദേവരായ മാഷും ബാബുക്ക് എല്ലാവരും ഉണ്ട്. ബാബുക്കില്ല, ദക്ഷിണാമൂർ ഉസാമി, രാഘവൻ മാഷ്, കൂടാണ്ട് രവീന്ദ്രൻ മാഷ്, ജോൺസൺ മാഷ്, എല്ലാ വലിയ ആൾക്കാരും ഉള്ള സമയത്ത് നമ്മളെന്തിനാ ഇവിടുന്ന് ആ പുള്ളിക്ക് വലിച്ച് അവിടെ കൊണ്ടുവരും. പിന്നെ AR റഹ്മാൻ ഉണ്ട്, ഇളയരാജ ഉണ്ട്, പ്രിയദർശന് വിചാരിച്ചാൽ ആരെ വേണേലും ബോംബെയിൽ നിന്ന് R.D. ബർമനെ വരെ കൊണ്ടുവരാം. പിന്നെ എന്തിനാ നമ്മളിവിടെ, നീ അതൊന്നും ഓർത്ത് വെറുതെ ആ സ്വപ്നത്തിനൊന്നും പോകണ്ട, അതൊക്കെ കിട്ടാൻ പോകുന്നില്ല, നമുക്ക് നമ്മുടെ ജോലിയൊക്കെ ആയിട്ട് ഇവിടെ തന്നെയാണ് നടക്കാൻ. പിന്നെ ഞാൻ ഇതൊക്കെ മാറി. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കുമാണ് ഓണത്തിന് മറ്റേ എം ജി ശ്രീകുമാർ വന്നല്ല ഞങ്ങളുടെ ഗ്രൂപ്പിൽ. പിന്നെ അടുപ്പിച്ചടുപ്പിച്ച് ഇഷ്ടംപോലെ കാസറ്റ് വർക്കായി. ആ സമയത്ത് ഞങ്ങൾ നല്ല തിക്ക് ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പം അങ്ങനെയാണ് ഈ എം ജി ശ്രീകുമാർ, പ്രിയദർശൻ ഇതൊക്കെ ആയിട്ടൊക്കെ കറുത്ത വെണ്ണ എന്നുള്ള പാട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അത് ഓണപ്പാട്ടായിരുന്നു. എം ജി ശ്രീകുമാർ തന്നെ പാടി, ഉസ്മാൻ ഇറക്കിയ, രഞ്ജിനി ഇറക്കിയ ഓണപ്പാട്ടായിരുന്നു. അതൊന്ന് പാടിക്കാന്ന് അദ്ദേഹത്തിന് അറിയാറ്റുണ്ട്. ഇപ്പോൾ പ്രിയദർശന് അതൊന്ന് പാടിക്കാന്ന് പറഞ്ഞത്തേക്ക് ഞാനിത് പാടിയപ്പോൾ പുള്ളി ഇങ്ങനെ ചിരിച്ചെന്ന് പറയുന്നു. ഈ 4 പേര് കേൾക്കുമ്പോൾ തന്നെ ലാലെൻ്റെ മുമ്പിലുണ്ട്, ആ ട്യൂണിൽ തന്നെ ലാലുണ്ടെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ വലിയ സന്തോഷമായി പോയി. പിന്നെ അവിടെ നിന്ന് ചരണം ഞങ്ങൾ മാറ്റി ചെയ്തു, കുറച്ചുകൊണ്ട് സിനിമാറ്റിക് ആക്കി. അത് കഴിഞ്ഞിട്ട് എം ജി ശ്രീകുമാർ അത് പാടി, ലാല് വന്നു. അത് മാത്രമല്ല, ഓരോ പാട്ടിൻ്റെ എൻട്രി നമ്മൾ കോരിത്തിരിച്ചു പോകും. കറുത്ത വെണ്ണയാണെങ്കിലും കള്ളിപ്പൂങ്കുലയാണെങ്കിലും നമുക്കറിയാമല്ലോ. നമ്മളൊന്നും പ്രതീക്ഷിച്ചേ ഇല്ല ഇങ്ങനെ ഒരു കഥയുടെ ഇടയിൽ കൂടി പാട്ട് ഇങ്ങനെ അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് കയറി പോകുന്നു. സംഭവിച്ചതാണ് മൊത്തം. അതെ. അപ്പോൾ ഇതെല്ലാം കൂടി നോക്കുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ ഞങ്ങളവിടെ ഇരുന്ന് ഓഡിയോ മിക്സിങ് കഴിഞ്ഞിട്ട് ഇവിടെ വന്നൊരു നോർമൽ സോങ്സ് 5 പാട്ട് നല്ല ഇതിലുണ്ട്. പക്ഷെ സിനിമ കണ്ടപ്പോഴാണ് സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു പോയി. അതായത് ആൾക്കാരാണെങ്കിൽ കൈയടിക്കണ്, മാത്രമല്ല സ്റ്റോറി ഇങ്ങനെ ബിൽഡപ്പ് ചെയ്ത് അവിടെ നിന്ന് പാട്ടിലേക്ക് കയറുമ്പോൾ അതൊരു ഹൈറ്റിലേക്ക് പോയിന്.
ഭയങ്കര കണക്ഷനും. മനസ്സിലായി. ഇതൊരു ഡയറക്ടറുടെ ക്രാഫ്റ്റാണ്, അല്ലാണ്ട് ഒരു മ്യൂസിക് ഡയറക്ടറുടെ ക്രാഫ്റ്റ് അല്ല. പിന്നെ ടെക്നിക്കൽ സ്റ്റാഫ്സ് അദ്ദേഹത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന മുഴുവൻ ഇന്ത്യയിലെ നമ്പർ 1 ആൾക്കാരാണ്. പിന്നെ ഞങ്ങൾക്ക് കിട്ടിയ ഭാഗ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മദ്രാസിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ മ്യൂസീഷ്യൻസ് എന്തൊക്കെ വേണമെങ്കിലും അതൊക്കെ എടുത്തോ. ഏറ്റവും നല്ല സ്റ്റുഡിയോ മീഡിയ ആർട്ടിസ്റ്റ്. അതുകൂടാതെ തന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോലെ റെക്കോർഡ് ചെയ്ത ദീപൻ ചാറ്റർജി 2 പ്രാവശ്യം ഒരു നാഷണൽ അവാർഡ് കിട്ടിയ. അതൊക്കെ ആർക്ക് കിട്ടും? എന്നിട്ട് അദ്ദേഹത്തിന് അസിസ്റ്റ് ചെയ്യാൻ വന്നത് എ ആർ റഹ്മാൻ്റെ ഇഷ്ട റെക്കോർഡിസ്റ്റ് ആയിട്ടുള്ള പ്രസാദ് ശ്രീധർ എച്ച് ശ്രീധർ. അദ്ദേഹം അസിസ്റ്റന്റാണ് തേന്മാവൻ കുമ്പത്തിൻ്റെ. ഇത്രയും വലിയൊരു ടെക്നീഷ്യൻ ബാലൻസ്. ഇതിൽ കൂടുതൽ ഞങ്ങൾക്ക് എന്ത് ഭാഗ്യം കിട്ടാൻ. എപ്പോഴും ദൈവത്തോട് നന്ദി പറയാം അതിൻ്റെ കാര്യത്തിൽ. അപ്പം അതൊക്കെ അതുകൊണ്ടാണ് ഇപ്പോഴും ആ പാട്ടിൻ്റെ വിജയം. പക്ഷേ പുള്ളി ഒരു നല്ല കാര്യം പറഞ്ഞതെന്ന് പറയാം. തേന്മാവൻ കുമ്പത്ത് ആദ്യത്തെ പാട്ട് റെക്കോർഡിങ്ങിൻ്റെ തലേ ദിവസം പറഞ്ഞാണ്, ഈ പടത്തിൽ ഞാനുണ്ട്, എൻ്റെ ഒരു ബാനറുണ്ട്, മോഹൻലാലുണ്ട്, ശോഭനുണ്ട്, പിന്നെ കൂടാണ്ട് ടെക്നീഷ്യൻസ് എല്ലാം ടോപ്പ് ലെവൽ ടെക്നീഷ്യൻസാണ്. അപ്പോൾ അവരുടെ ബാനറുണ്ട്, ഗിരീഷ് പുത്തഞ്ചേരി ഉണ്ട്, ഒക്കെ നേരത്തെ തന്നെ തെളിയിച്ചുള്ള ആൾക്കാരാണ്. ഇതിൽ നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ പുതിയ ആൾക്കാരാണ്. അപ്പം നിങ്ങൾക്ക് ഒരു ഗുണം കിട്ടുമെന്ന് മാത്രമല്ല, നിങ്ങളുടെ പ്രാർത്ഥന കൂടുതലായിട്ട് ഈ പടത്തിന് വേണ്ടി ഉണ്ടാവും. അത് ഞങ്ങൾക്കും ഗുണം കിട്ടും, നമ്മൾക്ക് എല്ലാവർക്കും ഗുണം കിട്ടും എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു വിശ്വാസമുള്ള ആളാണ്. അപ്പം അതുകൊണ്ടാണ്. പിന്നെ മാത്രമല്ല പറഞ്ഞ് മെയ് 13 വരുന്നത് അതിൻ്റെ റിലീസ്. അപ്പം ഞാൻ പറഞ്ഞു സിനിമാക്കാർക്ക് 13 പ്രശ്നമല്ലേ എന്ന്. ഞാൻ പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞു എനിക്കൊരു പ്രശ്നമില്ല. എന്നിട്ട് പുള്ളി ആ കണക്ഷനിൽ വിടാനൊരു 10-15 മിനിറ്റ് സംസാരിച്ച്. എന്നിട്ട് പുള്ളി പറഞ്ഞ് എൻ്റെ ഒരു ഫ്രണ്ട് തമിഴ് ഡയറക്ടർ സകലമാന അന്ധവിശ്വാസങ്ങളും ചെയ്ത് ദുരാചാരങ്ങളൊക്കെ ചെയ്തിട്ടാണ് പൂജ വെച്ച് പടം തുടങ്ങിയത്. പുള്ളി പറഞ്ഞത് ഈ അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും കൊണ്ട് ഈ പടം പൊടിയണമെങ്കിൽ അപ്പം എനിക്ക് സമ്മതിക്കാം, ഇതൊക്കെ സത്യമുള്ള കാര്യമാണ്. അതല്ലെങ്കിൽ എനിക്ക് തന്നെ പറയാല്ല, ഇതൊക്കെ വെറും തട്ടിപ്പാണ്. അപ്പം എന്ന് പറയുന്ന പോലെ അതിൻ്റെ അത് കറുത്ത പൂച്ചനെ വട്ടം ചാടിച്ച് വേറെ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്ത് എന്നിട്ട് അത് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി. അപ്പം എന്തിനാണ് ഈ അന്ധവിശ്വാസം? അപ്പം സിനിമയിൽ ഒരുപാട് അന്ധവിശ്വാസം ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അതിനെയൊക്കെ ഖണ്ഡിച്ചുകൊണ്ടുള്ളൊരു പടവും കൂടിയായിരുന്നു തെന്മാവൻ. താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ എന്ന് പറയുന്നത് അത് ശരിക്കും ഒരു റൊമാൻറ്റിക് സോങ് ആണോ? ആ സമയം ഡിവോഷൻ ഉണ്ടോ? അതുകൊണ്ട് അത്തരത്തിലൊരു രണ്ടും കൂടി കലർന്നൊരു പ്യുവർ ആയിട്ടുള്ളൊരു സോങ് ആണത്. അതിൻ്റെ ഒരു കമ്പോസിഷൻ എങ്ങനെയായിരുന്നു? സത്യത്തിൽ അതിനു മുമ്പ് 2-3 പാട്ടുകൾ വേറെ ചെയ്തായിരുന്നു. എല്ലാം പ്രിയന് ഇഷ്ടപ്പെട്ടു. പക്ഷെ പുള്ളി എന്നാലും പറഞ്ഞു എൻ്റെ സിറ്റുവേഷനിൽ ഇത് പറ്റൂല, എന്താണ് ആ ഉള്ളിൽ അദ്ദേഹത്തിൻ്റെ ഇരിക്കണത് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായില്ല. നമ്മളിങ്ങനെ അതിൽപ്പെട്ട ഒരു പാട്ടാണ് കഥയിലെ രാജകുമാരിയും ഗോപകുമാരനും പുഴയിലെ പൊന്നോളങ്ങളിൽ അവരൊഴുക്കി ദീപങ്ങൾ കരളിലെ മോഹം തളിരണിയാൽ അവരിരുപേരും തപം ചെയ്തു ഈ അമ്പലക്കൽപ്പടവിൽ. പ്രിയദർശിനി കേട്ടപ്പോൾ പറഞ്ഞത് ഉഗ്രം പാട്ടാണ്, പക്ഷെ നിങ്ങളിത് ചെറിയ സെറ്റപ്പിലൊന്നും കൊടുക്കരുത്, നല്ല സെറ്റപ്പിൽ കൊടുത്തത് സൂപ്പർ ഹിറ്റാണ് നീങ്ങനെ പറയും. പക്ഷെ നമുക്കിത് വേണ്ട. അപ്പോഴും എന്താണ് മനസ്സിലെന്നറിയില്ല. ഒരു ദിവസം ഒരു ഞായറാഴ്ച ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് ഫാസിലും പ്രിയദർശിനിയോട് വന്ന് പറഞ്ഞു നമുക്ക് അതിൻ്റെ ഒരു കമ്പോസിങ് തുടങ്ങാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഗിരീഷും ഉണ്ട് അടുത്ത്. ഗിരീഷ് അപ്പോൾ ഗിരീഷിനോട് ഇങ്ങനെ പറഞ്ഞിങ്ങനെ ഒരു ഡിവോഷണൽ തന്നെ പുള്ളി ഇപ്പം എന്ത് ഈ ദേവി എന്നൊക്കെ പറഞ്ഞ് എഴുതി. അപ്പോഴാണ് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഡിവോഷണൽ ടച്ചിൻ്റെ ഒരു റൊമാൻറ്റിക് സോങ് വന്നത്. ഈ താളം കൂടി ആയപ്പോഴത്തേക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പാച്ചിക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടപ്പെട്ടു. ഇത് മതി, നമുക്ക് ഓക്കെയാണ്, കൺഫേം. ഞങ്ങൾ പക്ഷേ ഇതിനേലും വേറെ നല്ല പാട്ടുകളൊക്കെ ചെയ്തു, നല്ല ഓർക്കസ്ട്രയൊക്കെ പറ്റിയ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് അപ്പം നമുക്ക് അത്ര ഫീൽ ചെയ്തില്ല. അയ്യോ ഇതൊരു സാധാ പാട്ടാണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് കയറി കൊളുത്തി. ഫുൾ സോങ് കമ്പോസ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് പല്ലവി ചരണം ബീജി 2 ബീജി ഒക്കെ ചെയ്ത് അവസാനത്തെ കോറസൊക്കെ റെക്കോർഡ് ചെയ്ത് ഇത് കഴിഞ്ഞപ്പോഴാണ് രാത്രി പറഞ്ഞത് നമ്മൾക്ക് ഈ ബീജി അല്ല, നമുക്ക് അടുത്ത നമ്മൾ ഒരു ബീജി ഫുള്ള് ഇത്തിരി ലെങ്തി ആയിട്ടുള്ള ബീജി ചെയ്യണം. അതിൻ്റെ അകത്ത് തളർന്ന് നിൽക്കുന്ന നായകനെ എഴുന്നേൽപ്പിക്കണം. നിങ്ങൾ ആ വിധത്തിൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യും. വളരെ രാത്രി 10 മണിയായി. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഒരു കാര്യം ചെയ്യും, ഏതൊക്കെയാണ് എൻ്റെ ഒരു സ്ട്രക്ചർ
ഒരു 30 സെക്കൻഡിൽ എന്ത് സംഭവിക്കണം, അടുത്ത ഒരു മിനിറ്റിൽ എന്ത് സംഭവിക്കണം, ഇങ്ങനെ ചെയ്തിട്ട് നമുക്കൊരു ഫുൾ ഡേ വന്നിട്ട് തന്ന് ഓർക്കസ്ട്ര ഒക്കെ പിറ്റേ ദിവസം എല്ലാവരും ടക്കടക്കാന്ന് വിളിച്ചപ്പോൾ തന്നെ വരും. ആ ഒറ്റ പോർഷൻ ചെയ്യാനായിട്ട് അന്ന് രാത്രി ഞങ്ങളൊരു 11 മണി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇരുന്നിട്ട് വെളുപ്പിന് 3-4 മണി വരെ ഇരുന്നിട്ട് സ്വരങ്ങളും ഇതൊക്കെ ഉണ്ടാക്കി. അപ്പൊ ഇനി സാധാരണ ഇരിക്കാൻ അതിൻ്റെ ഇടയിൽ ചേട്ടൻ്റെ പറഞ്ഞു നമുക്ക് ദോറേ മീ ഫ വെസ്റ്റേൺ മ്യൂസിക്കിലെ സരിഗമക്ക് പകരമുള്ള ദോ റേ മീ ഫ സോ അങ്ങനെ ആ സാധനവും പിന്നെ കുറെ ജതികൾ തം തന 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 ഒക്കെ പറഞ്ഞ് കുറെ ജതികളും താനങ്ങളും ഇതെല്ലാം വെച്ചിട്ടൊരു സംഭവങ്ങൾ ഉണ്ടാക്കി. അത് പുള്ളി ഒന്നും കേട്ടൊന്നുമില്ല, അതവർ ചെയ്തോളൂ എന്നുള്ള അറിയാം. പിറ്റേ ദിവസം എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും വന്ന് കേട്ടോ പറഞ്ഞാൽ ഇത് ഓക്കെ. മാത്രമല്ല മോഹൻലാലിൻ്റെ ഒരു വെല്ലുവിളിയാണ് സത്യം പറഞ്ഞാൽ, നല്ല ലെങ്തി ആയിട്ടുള്ള പാടണ്ടേ, പക്ഷെ അങ്ങനെ അത് പാടിയെന്നുള്ളതാണ്. അതിന് വലിയ ഒറ്റ ടേക്കിലെടുത്ത് അത് എം ജി ശ്രീകുമാർ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊക്കെയാണ് അദ്ദേഹത്തിന് ഫാൽക്കെ അവാർഡല്ല, അതിന്റെ അപ്പുറത്ത് എന്തെങ്കിലുമൊക്കെ അവാർഡ് കിട്ടും തീർച്ചയായിട്ടും. അതുപോലെ തന്നെ 2 ജനറേഷനിൽ നമ്മളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഒരു പാട്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് 2 കാലഘട്ടത്തിൽ 2 പാട്ടുകളാണ്. ഒന്ന് നമ്മുടെ ചന്ദ്രലേഖയിലെ മാനത്തെ ചന്ദ്രനുത്തൊരു ആ പാട്ടും ഈ നമ്മുടെ വെട്ടം സിനിമയിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ 2000s വരുമ്പോൾ ഈ പാട്ട് മക്കസൈ മക്കസൈ റംപമ്പോ. അപ്പൊ ഈ 2 പാട്ടുകളും അത് ഒരേ ഡയറക്ടറിന്റെയാണ്, പ്രിയൻ സാറിന്റെ. ആ ഒരു സിനിമയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാലും പാറ്റേൺ ഏകദേശം ഒന്നാണ്. 2 കൂട്ടുകാര് ഇങ്ങനെ നോക്കി നടക്കുമ്പോഴത്തേക്കും ലൈഫിൽ ഒരു ജാക്ക് പോട്ട് വരുമ്പോഴുള്ള പാട്ടാണ്. അതിന്റെ ആ ഒരു നറേഷനും കാര്യങ്ങളും ആ 2 പാട്ടുകൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു അറബി പാട്ടിന്റെ 2 വരിയാണ്. പ്രിയദർശനാണ് ചന്ദ്രലേഖയിലേക്ക് ഞങ്ങൾ ആദ്യം വിളിക്കുന്നത്. പ്രിയദർശനല്ല, സോറി, എം ജി ശ്രീകുമാർ. പ്രിയദർശൻ അവിടെ തന്നെ ഉണ്ടാവും. വിളിച്ചിട്ട് പറഞ്ഞ് വേണി പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേക്ക്, നമുക്ക് ചന്ദ്രലേഖ എന്നുള്ള പേരൊന്നും ഇല്ലായിരുന്നു, പ്രിയൻ്റെ അടുത്ത പടം തുടങ്ങാൻ പോയാണ്, 4-5 പാട്ടുകളുണ്ട് എന്ന് പറഞ്ഞ്. അപ്പം അതിൽ ഒരു പാട്ട് നമുക്ക് അതിൻ്റെ ഒരു അറബിക് സ്റ്റൈലുണ്ടായിരുന്നു, ഹബീബി എന്ന് പറഞ്ഞിട്ട് തന്നെ. അതിൻ്റെ ഒരു 2 വരി എടുത്തിട്ട് അത് കണ്ടിന്യൂ ചെയ്ത് നമ്മൾ ചെയ്താൽ മതി. അപ്പോൾ ആദ്യത്തെ 2 വരി അത് എടുത്തിട്ട് ബാക്കി 3-4 വരിയും പിന്നെ ചരണങ്ങളും ഓർക്കസ്ട്രയും ഒക്കെ നമ്മൾ സ്വന്തം ചെയ്യണം എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചെയ്തതിൽ ഉള്ള ഒരു 2 വരിയാണ്. അതിൻ്റെ അകത്ത് പിന്നെ ഈ പറഞ്ഞ പോലെ ഹിലാലി ഹലാലി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവങ്ങളൊക്കെ, അതൊക്കെ ഹലീലി എന്നൊക്കെ പറഞ്ഞതൊക്കെ ഇങ്ങോരുടെ കുറേ കള്ളവാക്കുകളാണ്. ആരുടെ? ഗിരീഷ് പുത്തഞ്ചേരിയുടെ. അത് ഗിരീഷ് പുത്തഞ്ചേരി ഹലീലി മാത്രമല്ല, അത് അറബി പോലെ തോന്നിക്കുന്ന അത്രേ ഉള്ളൂ. അതൊക്കെയുള്ള ഒരു മീനിങ് ഉണ്ടാവില്ല. അത് ഇപ്പൊ ഇതില്ലേ നമ്മുടെ ആഴ്വാങ്കോവിൽ കൊടിയേറാറാ, ചേട്ടൻ ചോദിച്ചേ ഇവിടെയാണ് ഈ ആഴ്വാങ്കോവിൽ, വല്ല തമിഴ്നാട്ടിലൊന്നും എന്ത് ആഴ്വാങ്കോവിൽ? ഒരു കോവിലൊന്നുമില്ല. എനിക്ക് അങ്ങോട്ട് തോന്നി ആഴ്വാങ്കോവിൽ അത് കവിയുടെ സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞു ഒരു കള്ള വാക്കുണ്ടാക്കുക. അത് അത് ചോദ്യം ചെയ്യരുത്. അങ്ങനെ ഒരുപാട് വാക്കുകൾ പുള്ളി ഉണ്ടാക്കിയിട്ടുണ്ട് ജീവിതകാലം മുഴുവൻ. സംഗീതത്തിനനുസരിച്ചിട്ട് നല്ല സൗണ്ടിങ്, കേൾക്കാന്നുള്ള സുഖമുള്ള വാക്കുകൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണുള്ള കവിയുടെ ജിബ്രിഷ് വോയിസ്. എന്നിട്ട് ഒറിജിനൽ ജിബ്രിഷ് എഴുതാൻ വേണ്ടി പുള്ളിക്കോട്ട് പറ്റിയില്ല. അറിയാം, 1-ാം വട്ടം കണ്ടപ്പം പെണ്ണിന് കിണ്ടാണ്ടം. അപ്പം ഇതിൻ്റെ ബീജി എന്താ ചെയ്യാൻ പോണെന്ന് എന്നോടും ചേട്ടനോടും ചോദിച്ചു. പറഞ്ഞു വയലിൻ, മാൻഡലിൻ, ഫ്ലൂട്ട് ഇതൊക്കെ തന്നെയല്ലേ, തബല ഇതൊക്കെ വിളിച്ചു. അതല്ലാണ്ട് എന്തെങ്കിലും വെറൈറ്റി ചെയ്യാൻ പറ്റുമോ? അതെന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. പറഞ്ഞ് ജിബ്രിഷ് ഉണ്ടാക്കാൻ പറ്റുമെന്ന്. ആദ്യമായിട്ടാണ് ഇങ്ങനെ കേൾക്കണം ജിബ്രിഷ്, അതെന്ത് സംഭവം? ഗിരീഷിനോട് പറഞ്ഞാ നീ കുറച്ച് ജിബ്രിഷ് എഴുത് എന്ന് പറഞ്ഞു. പുള്ളിക്ക് ജിബ്രിഷ് ഒന്നും അറിയാൻ പാടില്ല, പുള്ളിക്ക് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. ആ പറഞ്ഞ് ചേട്ടൻ തന്നെ എഴുത് പ്രിയൻ സാറിനോട്. അപ്പം അപ്പോഴാണ് പറഞ്ഞ് ജിബ്രിഷ് എന്ന് പറഞ്ഞില്ലെങ്കിൽ മറ്റൊരു ഭാഷയാണെന്ന് തോന്നിക്കുന്ന വിധത്തിൽ ഒരു കള്ള ഭാഷ. എന്നിട്ടാണ് പുള്ളി കൊന്നരി കൊന്നരി കൊനാരി നക്ക് നക്കരെ നച്ചേരെ ജിന്ന് നക്കട നാച്ച് കട്ടോരെ ഇത് ട്യൂൺ ചെയ്യും. പിന്നെ ട്യൂൺ ചെയ്യാൻ എളുപ്പമല്ലേ? കൊന്നരി കൊന്നരി കൊനാരി നക്ക് നക്കരി നാച്ചോരെ ജിന്ന് നക്കരി നാച്ച് കട്ടോരെ. അടിപൊളി. അപ്പൊ മക്കസായി അപ്പൊ അതുപോലെ മക്കസായിക്ക് എന്തെങ്കിലും മീനിങ് ഉണ്ടാവും. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കസായി എന്നുള്ള പേര് ഞാൻ കേൾക്കണത് പാട്ടുകാരൻ്റെ പുറകിൽ നിന്ന് ഗിറ്റാർ വായിക്കുന്നത് 1982 ആദ്യമായിട്ട് ഇവിടെ ക്വീൻസ് മൻഹാറ്റൻ ന്യൂയോർക്കിൽ ഒരു കോളേജ് ഓഡിറ്റോറിയത്തിൽ. അപ്പം ഇത് സത്യം പറഞ്ഞാൽ ആ പാട്ടിനെ പറ്റി വലിയ ധാരണയായിരുന്നു, പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടില്ല. പുള്ളി ഞങ്ങൾ പാടി, വില്യംസ് എന്ന് പറഞ്ഞാൽ പാടിയപ്പോഴത്തേക്ക് ഇടക്കിടക്ക് മക്കസായി മക്കാസായി അങ്ങനെ എന്തോ ഒരു സാധനം വരുന്നുണ്ട്. എനിക്കത് കയറി പിടിച്ച് അതങ്ങനെ തലയിലുണ്ടായിരുന്നു.
പക്ഷേ ഈ സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് മക്കസായി എന്ന് തുടങ്ങിയ കുഴപ്പമുണ്ടാകും. ഒരു കുഴപ്പമില്ല, അടിപൊളിയാണെന്ന് തോന്നി. ഇതിൻ്റെ അർത്ഥം അറിയാം, ഒരു അർത്ഥം അറിയാൻ പാടില്ല. പിന്നെ അതേ അടക്കും. അതെ, അങ്ങനെയാണ് മക്കസായി വന്നത്. ഓക്കെ, നമ്മൾ സ്റ്റീഫൻ ദേവസിയാണ് പ്രോഗ്രാം ചെയ്തത് പാട്ട്. സ്റ്റീഫൻ ദേവസിനെ ഞങ്ങൾ ആദ്യമായിട്ട് കൊണ്ടുവന്നത് പടത്തില് കല്യാണരാമനില്. അങ്ങനെ ഒരുപാട് പേർക്ക് അവസരം ആദ്യം കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്, ഒരുപാട് പാട്ടുകാർക്ക്. മധുബാലകൃഷ്ണൻ, അഫ്സല് പോലെ ഒരുപാട് പേർക്ക്. അവരൊക്കെ തുടങ്ങുന്ന സംഗീതം തുടങ്ങുന്നതല്ല, സിനിമയിൽ തുടങ്ങുന്നത്. അങ്ങനെ അപ്പൊ അങ്ങനെ ഒരു ഭാഗ്യവും കൂടി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു യൂ ടേൺ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുള്ളത്, ഒരു ശോകഗാനങ്ങളിൽ നിന്ന് ഞങ്ങൾ മാറ്റി പിടിക്കുന്നു, ഇനി അടിപൊളി പാട്ടുകൾ മാത്രമേ ചെയ്യുള്ളൂ എന്നുള്ള ആ ഒരു, അതെന്തായിരുന്നു ആ ഡിസിഷനിലേക്ക് വരാൻ കാര്യം? നമ്മള് നമ്മുടെ ഇതല്ലേ രാജസേനന്റെ ആദ്യത്തെ പടം ശ്രീകൃഷ്ണ പുരുഷ നക്ഷത്രം തിളക്കം, നല്ല പാട്ടുകളും നല്ല ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമയാണ്. അതിനുശേഷം പിന്നെയാണ് കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ. കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ്റെ പാട്ടുകളൊക്കെ ചെയ്തു. ആവണി പൊന്നുഞ്ഞാൽ ചെയ്തു. പിന്നെ വേറെ അമ്പോറ്റീച്ചം ഇത് ചെയ്തു. പിന്നെ തന്നെ പൊന്നു കൊണ്ട് തീർത്തനാനി താനി നാനിനേ ലലാനിനേ ലാലലാനിനേ. ആ പാട്ടൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നാലാമതൊരു പാട്ടാണ് പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു ശോകഗാനം ചെയ്യണമെന്ന് പറഞ്ഞു. അതാണ് കരളിൻ്റെ നോവറിഞ്ഞ നമ്മള് പഴയ കാലത്തെ പോലത്തെ വലിഞ്ഞ പാട്ടായിരുന്നില്ല, അത്യാവശ്യം പഞ്ചള്ളാണ്. എന്നിട്ട് പോലും ഈ മറ്റു 3 പാട്ട് ആൾക്കാരെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഞങ്ങൾ ബാൽക്കണിയിൽ ഇരിക്കുകയാണ്, മുമ്പിലത്തെ കുറെ ആൾക്കാരുണ്ടാവുമല്ലോ ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ വന്നത്, അവർക്ക് ഒട്ടും പിടിച്ചില്ല. അവർ കൂവി ഒന്നും കാണിച്ചില്ല അതിനെക്കൊണ്ട്. അപ്പോഴേക്കും ഞങ്ങൾക്ക് മനസ്സിലായി ഇനി ഇങ്ങോട്ട് നമ്മൾ ശോകാനം പിടിച്ചാൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജോണറാണ് ശോകാനം. ഞാനും ചേട്ടനും അപ്പുറത്ത് കൊടുത്തു, ഇനി മേലാൽ നമുക്ക് ശോകം ചെയ്തു തരാം. പിന്നെ ശോകം ചെയ്തിട്ടില്ല. ചെയ്യണം എന്ന് പറഞ്ഞാൽ ചെയ്യും, എന്നല്ലാണ്ട് നമുക്കൊരു ശോകം ചെയ്തോട്ടെ എന്ന് ചോദിക്കില്ല. അതൊരു റിസ്ക് ആണെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ ഇപ്പൊ ഈ ശോകം പറഞ്ഞതുകൊണ്ടാണ് പാട്ടുകളിലേക്ക് ശോകം മിക്സ് ചെയ്യുന്ന പോലെ തന്നെയാണ് മെലഡിയിലേക്ക് ഹൊറർ മിക്സ് ചെയ്തത് നമ്മുടെ ആകാശഗംഗയിൽ. എനിക്ക് തോന്നുന്നത് സെക്കൻഡ് പാർട്ടും സാർ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത്രയും വർഷത്തിന് ശേഷം അതിന്റെ ഫസ്റ്റും സെക്കൻഡും ചെയ്യാന്നുള്ളത് ആ ഒരു കാര്യം. അതെ, അതൊന്ന്. അപ്പൊ ഈ പാട്ടില് അതെങ്ങനെയായിരുന്നു ആ ഒരു ഹൊറർ മിക്സ് ചെയ്യാന്നുള്ള ഒരു അതിന്റെ അകത്തോട്ട് സിനിമയിലെ അകത്തോട്ട് കയറണത് തന്നെ ഞങ്ങൾ ആദ്യം മടിഞ്ഞു പോയി. അല്ലെങ്കിൽ ഈ കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടനും ഒരാഴ്ചത്തെ ഉറക്കം നിന്നുള്ള കാലിക്കറ്റിലുള്ള റെക്കോർഡിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഉറങ്ങാണ്ട് ഇവിടെ വന്ന് എങ്ങനെയും 2 മണിക്കൂറാണെന്ന് ഉറങ്ങണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് വിനയൻ വിളിക്കുന്നത്. അതും ലാൻഡ് ഫോണാണ്. വിളിച്ചിട്ട് പറഞ്ഞു നമുക്കൊരു സിനിമ ചെയ്യണം, ഞാനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, നിങ്ങൾ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു വിധത്തിൽ നിങ്ങൾ വന്നേനെ, ഈ ഒരു ദിവസം കഴിഞ്ഞിട്ട് നാളെ വരാം. പറ്റില്ല, നാളെ വേറെ കാര്യങ്ങളാണ്, ഇന്ന് തന്നെ വന്നിട്ട് നിങ്ങൾ കഥ കേൾക്കണം, എന്നിട്ട് വർക്ക് തുടങ്ങണം എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ നോക്കട്ടെ, വിനയനും നമുക്ക് ഇതേപോലെ തന്നെ വളരെ വേണ്ടപ്പെട്ട ആളല്ലേ. ചേട്ടനോട് പറഞ്ഞു, ചേട്ടൻ കിടക്കാൻ പോയി തോന്നും. പുള്ളി പറഞ്ഞു സാറില്ല, നമ്മുടെ കമ്മിറ്റ്മെൻ്റ് അല്ലേ സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് പോവാം. അങ്ങനെ ഇതൊന്നും നോക്കാണ്ട് നമ്മളവിടെ ചെന്നു. വിനയൻ്റെ മുറിയിൽ വിനയൻ ആകാശഗംഗയുടെ കഥ പറയാൻ തുടങ്ങി. ഞാനും ചേട്ടനും മാത്രം തുടങ്ങി വന്നപ്പോഴത്തേക്ക് അദ്ദേഹം ഒരു നാടകം കൂടിയൊക്കെയാണ്. പറയുന്നതിന് നല്ല ഗാംഭീര്യമുള്ള ശബ്ദം, നല്ല എക്സ്പ്രഷൻസ്, ഇതെല്ലാം കൂടി പറയുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ ആകാശഗംഗ നേരിട്ട് സിനിമ കാണുന്ന പോലെ തോന്നിപ്പോയി. പിന്നെ അതിൽ കൂടുതൽ നമുക്കൊന്നും വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. സാധാരണ നമ്മൾ എന്തെങ്കിലുമൊക്കെ എഴുതിയെടുക്കാറുണ്ട്, എല്ലാം റെക്കോർഡിംഗ് ഒക്കെ ചെയ്യാറുണ്ട്. ഇതൊന്നും ചെയ്യേണ്ടി വന്നില്ല. ശരി എന്ന് പറഞ്ഞു. അപ്പോൾ അതിനോട് ഒരു കാര്യം പറഞ്ഞു, ഈ പുതുമഴയുടെ ട്യൂണില്ലേ അതിൻ്റെ സന്ദർഭം വന്നിട്ട് പറഞ്ഞു, ഈ സന്ദർഭത്തിലുള്ള ഒരു ട്യൂൺ ഉണ്ടാക്കിയാൽ അതൊരു 100 വർഷം മുമ്പുള്ള ഒരു റൊമാൻറ്റിക് സോങ് ആയിട്ട് രണ്ടും ഒന്ന് തന്നെ ആക്കി കിട്ടിയാൽ, ഒരേ ലിറിക്കും ഒരേ ട്യൂണും ആയി കിട്ടിയാൽ എനിക്ക് സന്തോഷം, നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നീ വേറെ പാട്ടുണ്ടായിക്കോന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ഇടം കിട്ടളേ. ഞാൻ അതിന് മുമ്പിൽ സ്കൂട്ടർ ഓടിച്ചിങ്ങനെ നിൽക്കുകയാണ്, ചേട്ടൻ പുറകെ ഇങ്ങനെ നിൽക്കുകയാണ്. അയാൾ അന്നേരം അങ്ങനെ പറഞ്ഞല്ല, പറ്റുന്നില്ലെങ്കിൽ നമുക്ക് പറ്റണം, അതാണ് നമ്മുടെ പണി. വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്ത് ഇവിടെ വന്ന് ഞാൻ സ്കൂട്ടർ വെച്ച് കൊടുക്കും പറഞ്ഞു, എടാ വിനയം പറഞ്ഞ കേട്ടാ, എന്താണ് നിങ്ങൾക്ക് പറ്റണില്ലെങ്കിൽ നിങ്ങൾ വേറെ പാട്ട് ചെയ്യുന്നു. അങ്ങനെ പറ്റണില്ല എന്നുള്ള പ്രശ്നമില്ല, നമ്മൾ പറ്റും, ചെയ്തിരിക്കും. അപ്പം ഹൊറർ ചെയ്യുന്ന അതേ ട്യൂൺ വെച്ചിട്ട് തന്നെ നമ്മൾ റൊമാൻറ്റിക്കും ചെയ്യുന്നു. ഒരെണ്ണം ഫീമെയിൽ ഒരെണ്ണം മെയിൽ തുടങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് അന്ന് തന്നെ ഇരുന്ന് ചെയ്ത്. അല്ല ഈ പറഞ്ഞ പോലെ മുകളിലിരിക്കുന്ന ആളുടെ വർക്കിംഗ് കൂടി ഉണ്ട്, നമ്മളുടെ മാത്രം കഴിവല്ല. അപ്പോൾ ആണ്
ലലി ലലിലാനേ ലനി ലലിലാനേ പനി നീ 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 ഹൊററിന്റെ ഫീല്. പുതുമഴയായി വന്നു നീ ഉലകം കൊണ്ട് പൊതിഞ്ഞു നീ ഒരേ ഉയരറിയാതെ ഉടലറിയാതെ അണയൂ നീ എൻ ജീവനായി വരൂ. ദാസേട്ടനോട് ഞങ്ങൾ ഇങ്ങനെ ഒരു ഹൊറർ വേർഷൻ ഒന്നും പറഞ്ഞില്ല, ചിത്രയോട് ഒരു ലവ് വേർഷൻ ഉണ്ടെന്നും പറഞ്ഞില്ല. അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൻ്റെ ഒരു ഫീൽ അങ്ങോട്ടും കൈമാറണ്ടെന്ന് കരുതിയിട്ട് സംഗതി രണ്ടിനും ആപ്റ്റായി. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു അവരുടെയൊക്കെ കമ്മിറ്റ്മെൻറ്റ്. മദ്രാസിൽ വെച്ചിട്ട് എൻ്റെ പകുതി പാടിയ ശേഷം എന്നോടും ചേട്ടനോടും പറഞ്ഞ്, ചേട്ടാ ബേണി നമുക്കിത് പകുതി വെച്ച് പാടി, ഇതിങ്ങനെ അങ്ങോട്ട് അറ്റം വരെ പാടിയാൽ ശരിയാവില്ല, നല്ല പവർ വേണം, ബ്രെത്ത് കൺട്രോൾ വേണം, അപ്പോൾ ഇത്രയും കൊണ്ട് നമുക്ക് ഇവിടെ നിർത്താം, എന്നിട്ട് ഞാൻ ഇതിനു വേണ്ടി മാത്രമായിട്ട് ഞാൻ എറണാകുളത്തേക്ക് വരാം എന്ന് പറഞ്ഞ് എപ്പം അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് നാളെ പാടിയിട്ട് പോകാൻ പറ്റുമോ? ഇല്ല, നിങ്ങൾക്ക് നാളെയൊക്കെ വർക്കുണ്ട് എന്ന് പറഞ്ഞു. നമ്മൾ എനിക്കും അത് മാത്രമല്ല എൻ്റെ മോളുടെ ഡെലിവറിയുടെ അടുത്ത് സമയം അതിൻ്റെ ഉള്ളിൽ ഞാനവിടെ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞാൻ നിങ്ങൾ മോളുടെ ആശുപത്രി എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടുത്തുള്ള ഒരു സ്റ്റുഡിയോ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ വന്നേക്കാം. ചിത്ര അത് ശരി. അപ്പം അങ്ങനൊരു നമ്മൾ ഞായറാഴ്ച ഇവിടെ വന്ന് ബുധനാഴ്ച ആയപ്പോഴത്തേക്കും ഒരു സ്റ്റുഡിയോ ഫിക്സ് ചെയ്ത് അറിയിച്ച് ഇത്ര മണിയോളം ഇത്ര മണി വരെ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു ബേണി അവിടെ തന്നെ ആശുപത്രി തന്നെ നിന്നു, ഞാൻ വന്നിട്ട് വിളിക്കുമ്പോഴത്തേക്കും വന്നതെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ വന്ന് എറണാകുളത്തുള്ള സ്റ്റുഡിയോയിൽ ബാക്കിയുള്ള ഞങ്ങൾ പാടി. അപ്പോൾ അതിനിടയ്ക്ക് എന്തെങ്കിലും ചെറിയൊരു ഫീലിംഗ് വേരിയേഷനോ അല്ലെങ്കിൽ ടോണിന് വേരിയേഷനോ ഒന്നുമില്ല. ഞാൻ പെർഫെക്ഷന് വേണ്ടി എന്ത് വേണം ചെയ്യും, അതിനുവേണ്ടി വേണം പിറ്റേ ദിവസത്തെ പ്രോഗ്രാം വേണേൽ കട്ട് ചെയ്ത്. അതാണ് ചിത്ര. അതുകൊണ്ടാണ് അവരൊക്കെ ഇത്രയും വലിയൊരു ലെവലിൽ നിൽക്കുന്നത്. അപ്പം ഇതുപോലെ ഇപ്പം ബേണി ഇഗ്നേഷ്യസ് എന്നുള്ളതായിരുന്നു ഇത്രയും നാളുണ്ടായിരുന്ന ആ ഒരു കോംബോ എന്ന് പറയുന്നത്. ഇപ്പം അതിൽ നിന്ന് മാറി ജ്യേഷ്ഠൻ അനിയൻ അതിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ ഒരു അച്ഛൻ മകൻ കോംബോ കൂടി വന്നിരിക്കുകയാണ് അല്ലെ. നമ്മുടെ അനുരാഗിണി എന്ന് പറഞ്ഞ ആ ഒരു പാട്ടിലൂടെ ഡാൻസിനും അതുപോലെ തന്നെ ബേണി സാറും കൂടിയിട്ട് ഒന്നിച്ച് വന്നിരിക്കുകയാണ്. അപ്പൊ അതിനു മുമ്പ് ഇടനെഞ്ചിൽ എന്നുള്ള പാട്ട് ഇറക്കിയായിരുന്നു ആ സിനിമയിൽ തന്നെ. ആ സിനിമയിൽ ഒരു വടക്കൻ നേരാട്ടത്തില്ല, അത് 2-3 മാസം ഇറക്കിയിട്ട് അത് വലിയ ഹിറ്റായത്. അപ്പൊ ആ 2 പാട്ടുകൾ, അതായത് ഈ ഒരു സിനിമയിലേക്കാണ് ആ ഒരു തുടക്കം കുറിക്കുന്നത്. അതെ, അതിനു ഞങ്ങൾ ആൽബംസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിനിമയിലേക്കുള്ള ഇതാണ് ആദ്യമായിട്ട്. അത് വരാനും കാരണം അതിന്റെ ഡയറക്ടറാണ്. പ്രിയദർശന്റെ പോലെ വേറൊരു ക്യാരക്ടറാണ് പുള്ളി. അപ്പൊ പുള്ളിയുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം കലാകാരന്മാരെ നമുക്ക് സിനിമയിലൂടെ കയറ്റണം. അത് എന്റെ കൈ കൂടെ കയറ്റിയാൽ അത്ര നല്ലത്. എത്രയോ പുതുമുഖങ്ങൾ അതിൻ്റെ അത് കയറിയെന്നറിയാം. അപ്പൊ അവരുടെയൊക്കെ ഒരു പ്രാർത്ഥന അതിൻ്റെ അകത്തുണ്ട്. എന്ന് പറയുന്ന പോലെ അതിനു മുമ്പ് നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്ന ഡയറക്ടർമാരാണെങ്കിലും അവരൊക്കെ ചെയ്തിട്ട് നമ്മൾക്കിപ്പോൾ പടം ചെയ്യണമെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ബേണി ആൻഡ് ടാൻസനാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയ്യോ നമുക്ക് ബാനറാണ് വേണ്ടത് എന്ന് പറയും. ഇങ്ങോരതല്ല പറഞ്ഞു, ഇങ്ങോര് പറഞ്ഞു എനിക്ക് ബാനറൊന്നും വേണ്ട, നല്ല പാട്ട് കിട്ടിയാൽ മതി, വേണിച്ചേട്ടൻ്റെ കയ്യിലത് ഭദ്രമാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്ന് പറഞ്ഞ് ഇവിടെ വന്നിട്ട് പിന്നെ അവർ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ഇതൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ആ സിറ്റുവേഷന് വേണ്ടി ഒരു പാട്ട് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു 3 ട്യൂൺ ഉണ്ടാക്കും മിനിമം. അതിൽ നിന്ന് നല്ല സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് അവർക്ക് ആവശ്യമുള്ള, സിനിമക്ക് ആവശ്യമുള്ള സെലക്ട് ചെയ്യാനുള്ള അവരുടെ കഴിവാണ്. അപ്പോൾ അതിനൊക്കെയുള്ള വലിയ കപ്പാസിറ്റി ഉണ്ടായിരുന്നു. അയാളുടെ കൂടെ ഉണ്ടായിരുന്ന സനു എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റ് റൈറ്റർ. അതൊക്കെയാണ് ഈ പടത്തിൽ ഇത്രയും ആളുകൾക്ക് ഈ സിനിമാ പാട്ട് പുറത്തിറങ്ങിയപ്പോൾ ജനങ്ങൾക്ക് ഇത്രയധികം ഇഷ്ടപ്പെടാൻ കാര്യം. ഞങ്ങൾക്ക് ആ അനുരാഗിണി എന്നുള്ള ഒരു പാട്ട് ഓക്കെ പാടാം. അനുരാഗിണി ആരാധികേ നിന്നാരാധകൻ ഞാനോ മലേ, നിന്നാരാധകൻ ഞാനോ മലേ, ഞാനൊരു പടി ജന്മം തപമിരുന്നേ നേടിയതല്ലോ, പിരിയരുതെന്നും നമ്മൾ തമ്മിൽ അനുരാഗിണി ആരാധികേ നിന്നാരാധകൻ ഞാനോ മലേ, നിന്നാരാധകൻ ഞാനോ മലേ. ആവട്ടെ, നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക. ഈ പറഞ്ഞ പോലെ പ്രിയദർശൻ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ മാക്സിമം ചെയ്യും.
ബാക്കി ദൈവം ചെയ്യണം. അതിനുവേണ്ടി പ്രാർത്ഥന തന്നെ വേണം. അപ്പോൾ സാർ എനിക്കൊരു സംശയമാണ്, ഈ സാറൊക്കെ ചെയ്തു വെച്ചിട്ടുള്ള പാട്ടുകൾ, അതുപോലെ ഒരുപാട് പഴയ നമ്മുടെ പാട്ടുകൾ ഇപ്പോഴും എവർഗ്രീൻ ഹിറ്റുകളായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ആ എവർഗ്രീൻ ഹിറ്റുകൾ സംഭവിക്കുന്നത് അതിൻ്റെ ഫാക്ടേഴ്സ് എന്താണെന്നാണ് സാർ വിശ്വസിക്കുന്നത്? ഫാക്ടേഴ്സ് എന്താണെന്ന് നമുക്ക് പറയാൻ നമ്മൾ ആളല്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം. ഞങ്ങൾ 1979-80 ഒരു ക്രിസ്ത്യൻ ഡിവോഷണൽ, അന്ന് കാസറ്റല്ല LP, അത് സെൻറ്റ് മേരീസ് ബസിലിക്ക പുറത്തിറക്കിയാണ്. ആദ്യമായിട്ട് ഞങ്ങളുടെ പാട്ടുകൾ ആലേഖനം ചെയ്തത് അതിലൂടെയാണ്. അപ്പോൾ അതിൻ്റെ ഓർക്കസ്ട്ര ചെയ്ത് എന്നെ വെസ്റ്റേൺ മ്യൂസിക് ഗിറ്റാറിൽ പഠിപ്പിച്ചു തന്ന റെക്സ് ഐസക്കാണ്. എമിൽ റെക്സ്, വലിയ ലെജൻഡറി മ്യൂസീഷ്യൻസിൽ റെക്സ് എന്ന ലെജൻഡറി വയലിനിസ്റ്റ്, അദ്ദേഹം ആണ് ഓർക്കസ്ട്ര ചെയ്യണത്. അപ്പം എന്നോടൊരു കാര്യം പറഞ്ഞത് ഞാൻ എപ്പോഴും മനസ്സിൽ വിചാരിക്കും. പറയും, നമ്മൾ പാടുകയോ വായിക്കുകയോ ചെയ്യുമ്പോൾ നമ്മുടെ എക്സ്പെർട്ടൈസ് എന്തും കാണിക്കാം. പക്ഷെ നമ്മളൊരു സാധനം, ഒരു ട്യൂൺ കമ്പോസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് പാടിക്കോ. കേൾക്കണത് നമ്മുടെ ചെവി വെച്ചാകരുത്, ജനങ്ങളുടെ ചെവി വെച്ചിട്ടായിരിക്കണം. സാധാരണ ഒരാൾ എങ്ങനെ കേൾക്കുന്നു ആ ചെവിയും ആ മനസ്സും ആയിരിക്കണം നമുക്കപ്പം. കമ്പോസ് ചെയ്യുമ്പോൾ വലിയ ഒരു മ്യൂസീഷ്യൻ്റെ മനസ്സ് തന്നെ ആയിക്കോട്ടെ, എന്നാലേ നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ വരുള്ളൂ, ഡെപ്തുള്ള കാര്യങ്ങളുള്ളൂ. പക്ഷേ കേൾക്കണത് സാധാരണക്കാരനൊക്കെ എങ്ങനെ കേൾക്കുന്നു, എങ്ങനെ ആസ്വദിക്കുന്നു. അപ്പോൾ അതാണ് ഹിറ്റാകാനുള്ളൊരു വലിയ മാർഗം. അത് എപ്പോഴും എല്ലാവർക്കും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, സംഭവിക്കാൻ പാടില്ലെന്നുമില്ല. നമ്മളല്ല പറയാൻ ഒരാളല്ല, ചിലപ്പോൾ അതിലും വലിയ കാര്യങ്ങൾ ഇപ്പോൾ സംഭവിച്ചു തരും. പക്ഷേ നമ്മൾക്ക് ഇങ്ങനെ ഒരെണ്ണമെങ്കിലും തരും. അത് തരണമെന്ന് പ്രാർത്ഥിച്ചൊരു ദിവസമുണ്ട്. അന്നേരം ഞാനും ചേട്ടനും പിന്നെ ഞങ്ങളുടെ ഫാമിലിയും ചേട്ടൻ്റെ ഫാമിലിയും എല്ലാവരും കൂടി മറ്റേ നോക്കത്താ ദൂരത്ത് കണ്ണുന്നിട്ട് ബസ്സിന് പോയി സരിത തിയേറ്ററിൽ ഇറങ്ങി. അവിടെ സിനിമയും കഴിഞ്ഞ് പിന്നെ ബസ്സിൽ വന്നിട്ട് കലൂരിന്ന് ഓട്ടോ കിട്ടിയില്ല. ഞങ്ങൾ നടന്നിങ്ങനെ വരുമ്പോഴത്തേക്കും മുമ്പിലൊരു കള്ളുകൂടിയൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി കളിച്ചിട്ട് പാടുന്ന പാട്ടാണ് ആയിരം കണ്ണ്. അപ്പം അദ്ദേഹം ഒരു ബോധമില്ലാണ്ട് പോയി സിനിമ കണ്ടിട്ട് ആ പാട്ട് അകത്തോട്ട് കയറി. എന്നിട്ട് പുള്ളി പാടിക്കൊണ്ടേയിരിക്കും. പുള്ളി എവിടെ കൂടെ നടക്കണം ഒന്നും പുള്ളിക്ക് അറിയില്ല, പക്ഷേ സംഗീതം അകത്തോട്ട് കയറി. അതാ സംഗീതത്തിൻ്റെ ഗുണം, മനസ്സിലായില്ലേ? എന്നിട്ട് അപ്പം ഞാനും ചേട്ടനും കൂടി പറഞ്ഞു, നമ്മുടെ ജീവിതകാലത്തൊരു 4 വരി ആൾക്കാർക്ക് ഇങ്ങനെ പാടാൻ പറ്റിയെങ്കിൽ എത്ര ഭാഗ്യമായിരുന്നു എന്നിങ്ങനെ പറഞ്ഞ് അതൊരു പുള്ളി കേട്ടിട്ടുണ്ടാവും. അധികം താമസിയാതെ തന്നെ നമുക്ക് കറുത്ത വെണ്ണയും അതൊക്കെ കിട്ടി, കണ്ടിന്യൂസ് ആയിട്ട് കിട്ടി. അപ്പം നമ്മൾ ഏകദേശം ഒരു 1.5 മണിക്കൂറോളം നമ്മുടെ ഈ ഒരു മ്യൂസിക്കൽ ചാറ്റ് കൊണ്ടുപോയി. അപ്പം എന്താണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് സംഗീത സാന്ദ്രമായിട്ട് ഈ ഒരു ചാറ്റ് അങ്ങ് അവസാനിപ്പിക്കാം. എനിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒന്നിച്ച് ഒരു ചെറിയ അഭ്യർത്ഥനയാണ്. വെട്ടം സിനിമയിലെ നമ്മുടെ ആ ഒരു കാതിലോല ഞാൻ കണ്ടില്ല, ആ പാട്ട് ഒന്ന് പാടിയാലോ? ഒരു കാതിലോല ഞാൻ കണ്ടില്ല, ഒരു കാതിലോല ഞാൻ കണ്ടില്ല, തിരുതാളി വെച്ചതും കണ്ടില്ല, കളവാണിയാം കിളിയോട്ടില്ല, അകലെ ഈ നാട് റാണിയായി തോന്നിയില്ല, പുഴ തോഴി എന്ന പോൽ തോന്നിയില്ല, ഇതിലാരുലോലയെന്നോർത്തില്ല, തിരയിലകിയ മാറി നേരിയതാൽ അരയിലൊരു ഞാനലുക്കിനാൽ ദുരചിതറിയ നൂപുരങ്ങളാലേ തോണി നീയൊരുക്കുന്നു ഒരു ദേവിയായും ഗ്രാമത്തെ ഞാനിതിന്റെ തീരത്തെ വനഗോപാലനാകുന്നു ഒരു ചാരു ചില്ലയിൽ പൂക്കളും പുതുതേന്നു കന്നു പൂമ്പാറ്റയും പനിനെ തണുപ്പയും കാത്തിനിമ്പവും രാഗാലാപവും